വഖഫ് ഭേദഗതി നിയമം അംഗീകരിക്കില്ല എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുങ്കപ്പാറയിൽ നടത്തപ്പെടുന്ന ഈ മഹത്തായ പ്രതിഷേധ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി റാന്നി മണ്ഡലം സെക്രട്ടറി ഇലിയാസ് സാഹിബ്, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷഹനാസ് കെ ഷാദി, മഹത്തായ സന്ദേശങ്ങൾ നൽകിയ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച സംസ്ഥാന പ്രവർത്തക സമിതി അംഗം സഹോദരൻ ജോർജ് മുണ്ടക്കയം, പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി സലീം മൗലവി, റാന്നി മണ്ഡലം ട്രഷറർ തൗഫീഖ് സാഹിബ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന മറ്റ് ഈ പാർട്ടിയുടെ പ്രവർത്തകരെ, വിനീതനെ കേൾക്കുന്ന കൈക്കുഞ്ഞുങ്ങളുമായി പോരാട്ടത്തിന്റെ മേഖലകളിലേക്ക് കടന്നു വന്ന ചരിത്രത്തിന്റെ ഇന്നലകളെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇന്നും ഈ പോരാട്ടങ്ങളെ അവിസ്മരണീയമാക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ ഉമ്മതങ്ങന്മാരെ, കുഞ്ഞനുജന്മാരെ, വിനീതനെ ശ്രമിക്കുന്ന മറ്റിതര സമുദായങ്ങളിലെ പാർട്ടികളിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവേശ്വരനായ തമ്പുരാൻ നമ്മുടെ ഈ ഒന്നുചേരലിനെ നന്മയിലാക്കി തന്നനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളുകൾക്ക് മുൻപ് പൗരത്വ പ്രക്ഷോഭത്തിലൂടെയും കർഷക സമരത്തിലൂടെയും രാജ്യത്ത് നടന്നുകൊണ്ടിരുന്ന പോരാട്ടങ്ങൾ വീണ്ടും വഖഫ് ഭേദഗതി കരിനിയമങ്ങൾക്കെതിരെ വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരങ്ങളും ആവശ്യങ്ങളും കാര്യങ്ങളുമെല്ലാം കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. കാരണം ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അവർ ഭരണത്തിലെത്തി കൃത്യമായ കാലയളവുകളിൽ ഓരോ ബില്ലുകൾ പാസാക്കിക്കൊണ്ടുവരികയാണ്. ഈ ബില്ലുകളിൽ ഭൂരിപക്ഷവും ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന കൃത്യമായ ബോധം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അഥവാ ഇന്നലകളിൽ കലാപങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും സംഘപരിവാരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെയും ഇന്ന് നിയമത്തിന്റെ ഒത്താശയും നിയമത്തിന്റെ പഴുതുകളുമാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിലെ പല പള്ളികളും തകർക്കപ്പെട്ടത്, ബാബരി മസ്ജിദ് ഉൾപ്പെടെ രാത്രിയുടെ നിശബ്ദതയിൽ മതില് ചാടി കതക് തകർത്ത് പള്ളിയുടെ മെഹ്റാബിൽ രാമവിഗ്രഹം കൊണ്ടുവച്ചിട്ടാണ് അക്രമപരമായ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ നീതിപീഠത്തെയും നിയമപാലകന്മാരെയും എല്ലാം തങ്ങളുടെ വശത്താക്കിക്കൊണ്ടും അക്രമങ്ങളിലൂടെയാണ് സംഘപരിവാരം പള്ളികൾ പിടിച്ചെടുത്തതും പൊളിച്ചെടുത്തതുമെങ്കിൽ ഈ രാജ്യത്തെ കലാപങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും രാജ്യത്ത് നടത്തപ്പെട്ട വിവിധ കലാപങ്ങളിൽ മുസ്ലിമുകളെ കൊന്നൊടുക്കിയത്, സ്ത്രീജനങ്ങളെ ബലാത്സംഗം ചെയ്തത്, പ്രിയപ്പെട്ട പിഞ്ചോമന മക്കളെ പോലും അതിക്രൂരമായി കൊലപ്പെടുത്തി കളഞ്ഞതൊക്കെയും അക്രമങ്ങളിലൂടെയും കലാപങ്ങളിലൂടെയുമാണ് എങ്കിൽ ഇനി അത് നിയമപരമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് സംഘപരിവാരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഥവാ കലാപങ്ങളിൽ ഒരു പൗരന് നൽകപ്പെടേണ്ടുന്ന അവകാശങ്ങളൊന്നും നൽകപ്പെടാതെ ഇവിടെയുള്ള പൗരന്മാരെ സംരക്ഷിക്കേണ്ടുന്ന പോലീസിനെയും പട്ടാളത്തെയും പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ടും അവരുടെ ഒത്താശയോടുകൂടിയിട്ടും ഈ രാജ്യത്തെ മുസ്ലിമുകളെ അതിക്രൂരമായി കൂട്ടക്കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘപരിവാരം പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിമുകളുടെ പൗരാവകാശം മുഴുവനും നിഷേധിച്ചുകൊണ്ട് തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടാലും വീടുകൾ തകർക്കപ്പെട്ടാലും അവർ ബലാത്സംഗം ചെയ്യപ്പെട്ടാലും പൗരത്വം അവർക്ക് നിഷേധിക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന ഒരു നിയമത്തിലേക്കും അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കും ഈ രാജ്യത്തെ സംവിധാനങ്ങളെ സംഘപരിവാരം കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലകളിൽ അക്രമങ്ങളിലൂടെ നടത്തപ്പെട്ടത് ഇന്ന് നിയമങ്ങളിലൂടെ അവർ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരു കാലത്ത് ഈ രാജ്യത്തെ മുസ്ലിമുകളുടെ വീടുകൾ സംഘപരിവാരം തകർത്തിരുന്നു, ചെറ്റക്കൂരകൾക്ക് അവർ തീ കൊളുത്തിയിരുന്നു. എന്നാൽ ഇന്നവർക്ക് ഇരുളിന്റെ മറവിലോ അക്രമപരമായോ അത് ചെയ്യേണ്ടതില്ല. കാരണം ഭരണകൂടം തന്നെ നിയമം നടപ്പിലാക്കുന്നു എന്ന പേരിൽ മണിക്കൂറുകൾക്കുള്ളിൽ 200-ലധികം വീടുകളാണ് ബുൾഡോസർ കൊണ്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയും നിയമത്തിന്റെ ഭാഗമാണത്രേ. ഇനി അതുപോലെ തന്നെ ഇത്രയും കാലം ഇരുളിന്റെ മറവിൽ പള്ളികൾ പിടിച്ചെടുത്തത്, മക്ബറകൾ പിടിച്ചെടുത്തത്, നമ്മളുടെ മഹല്ലിന്റെയും വഖഫ് സ്വത്തുകളെയും പിടിച്ചെടുത്തത് ഇനി നിയമത്തിന്റെ വഴിയിലൂടെ എന്ന പേരിൽ വഖഫ് ഭേദഗതി നിയമങ്ങളിലൂടെ പള്ളികളെയും മഹല്ലിന്റെ സ്വത്തുവകകളെയും വഖഫ് സ്വത്തുക്കളെയും പിടിച്ചെടുക്കാൻ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ സംഘപരിവാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എല്ലാ കാലവും അവർ നടത്തുന്നത് പോലെ കുപ്രചരണങ്ങളും അപവാദങ്ങളുമെല്ലാം ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വഖഫ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വത്തുക്കളെല്ലാം മുസ്ലിമുകളുടേത് മാത്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭൂമാഫിയയുടെ പ്രവർത്തനമാണ് എന്നാണ് സംഘപരിവാരം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ വഖഫ് എന്ന് പറഞ്ഞാൽ? ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ദൈവപ്രീതി കരുതിക്കൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആത്മീയ ആരാധനകൾക്കോ വേണ്ടി തന്റെ സ്വത്തും സമ്പാദ്യവും ഭൂമിയും മറ്റു വസ്തുവകകളും വിട്ടു നൽകുന്നതിനെയാണ് ഒറ്റവാക്കിൽ വഖഫ് എന്ന് നമുക്ക് പറയാൻ സാധ്യമാകുന്നത്. ഇത് കേവലം നിസ്കാരത്തിനും മദ്രസകൾക്കും വേണ്ടിയിട്ടല്ല, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ വസ്തുവകകൾ വിട്ടുകൊടുക്കാം. മുസ്ലിമുകൾക്കും അമുസ്ലിമുകൾക്കും ഒരേ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നതായ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന നിലയിൽ അവർക്ക് വേണ്ടിയിട്ട് കിണർ കുഴിച്ചു കൊടുക്കാം. വഖഫുമായി ബന്ധപ്പെട്ട പ്രവാചകാധ്യാപനങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ പ്രിയപ്പെട്ട പ്രവാചകർ പറയുന്നുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കിണർ നിർമ്മിച്ചു കൊടുത്താൽ അതിന് ഓരോ തുള്ളി വെള്ളവും ഉപയോഗിക്കപ്പെടുന്നത് വരെയും മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് അതിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുക. കൃഷിക്ക് വേണ്ടിയിട്ടോ കുടിക്കുന്നതിന് വേണ്ടിയിട്ടോ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ജലം നൽകുക വലിയ പുണ്യകരമായ കാര്യമാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ. ആരോഗ്യ ആതുര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ആശുപത്രികൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്വത്തുക്കൾ വഖഫ് ചെയ്യാം. ഇങ്ങനെ പല നിലയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാമെന്ന് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുമ്പോ ഇതിനെ ഒരു കൊള്ള സംഘമായി ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി എല്ലാം ഉപയോഗിക്കുന്നു. നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോ തൃശ്ശൂരിൽ നിന്നൊരു MP ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരു നല്ല മികച്ച നടനാണ്. ഒരുപാട് അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ക്യാമറ മുമ്പിൽ കണ്ടാൽ ഇപ്പോഴും അദ്ദേഹത്തിന് ആ പഴയ അഭിനയാണ് ഓർമ്മ വരുന്നത്. പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറേണ്ടെന്ന ഇടം എന്നൊരു ധാരണ പോലും ആ മനുഷ്യനില്ല. അവിടെ പോലും പോയിരുന്ന് വെറും കോമാളിയെ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയും എന്തൊക്കെയോ ചില ഡയലോഗുകൾ പറയുകയും ചെയ്തു വഖഫിനെതിരെ കയ്യും കാലും ഒക്കെ പൊക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ എല്ലാ മേഖലകളിലും വഖഫിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. സഹോദരങ്ങളെ, എന്റെ കയ്യിൽ ഒരു 50 ഏക്കർ സ്ഥലമുണ്ട്. അത് എന്റെ ഇഷ്ടത്തിന് എനിക്ക് വരുമാനം കിട്ടുന്ന നിലയിൽ, എനിക്ക് ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്ന നിലയിൽ, എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ അത് വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യാം. എന്നാൽ എനിക്ക് മാത്രം അവകാശപ്പെട്ട, എന്റെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ട ആ സ്ഥലം, ആ വസ്തു, 50 ഏക്കർ സ്ഥലം ഞാൻ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നത് എന്റേതല്ല, എന്റേത് മാത്രമല്ല, അത് പിന്നീട് ഈ സമൂഹത്തിൻ്റെതാണ്. അതിവിടുത്തെ പൊതുജനത്തിൻ്റെത് വേണ്ടിയിട്ടാണ്. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണോ അത് കൊടുത്തത്? ആരോഗ്യ പ്രവർത്തനങ്ങൾക്കെങ്കിൽ അങ്ങനെ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിൽ അങ്ങനെ, അതല്ല മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിൽ അങ്ങനെ. അഥവാ ഒരു വ്യക്തിയുടെ കയ്യിലിരിക്കുന്ന സ്വത്തിനെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, പൊതുജന നന്മയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന മഹത്തായ ഒരു പ്രവർത്തനമാണ് വഖഫ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ RSS കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ,
ഏതെങ്കിലും ഒരു പറമ്പിൽ ഒരു കല്ല് കൊണ്ടുപോയി കുഴിച്ചിടുക. എന്നിട്ട് ആ പറമ്പ് കളയ്ക്കുമ്പോ ആ കല്ല് പൊങ്ങി വന്നത് കല്ലല്ല, അത് ഞങ്ങളുടെ ദേവന്റെ ലിംഗമാണ് എന്ന് പറഞ്ഞ് ആ പറമ്പ് കയ്യേറാൻ ശ്രമിക്കുന്ന നാണം കെട്ട മാറിയ പരിപാടിയല്ല വഖഫ് എന്ന് കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി ഒരു മനുഷ്യന് ഒരു സ്വത്ത് വഖഫ് ചെയ്യണമെങ്കിൽ അയാൾക്കതിൽ പരിപൂർണമായ അധികാരം ഉണ്ടാകണം. അല്ല കണ്ടവന്റെ പറമ്പ് വഖഫ് ചെയ്യാൻ പറ്റൂല. മറ്റൊരു തന്റെ വഖഫ് സ്വത്ത് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കൃത്യമായ അധികാരം ഓരോ വ്യക്തിക്കും ഉണ്ടാകണം എന്ന് മാത്രമല്ല, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക്, ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ടാകും. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾക്ക് മാത്രമായി ഒരു ബോർഡ്, അവർക്ക് കുറെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനും വേണ്ടി മാത്രം ഇന്ത്യ രാജ്യത്ത് ഒരു ബോർഡിനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ ആത്മീയ മതപരമായ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ് ആക്ട് എന്നൊരു നിയമമുണ്ട്. അതിന് കൃത്യമായ നിയമവും അത് പരിരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇവിടെ സിഖ് മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഹരിദ്വാര പ്രബന്ധക കമ്മിറ്റിയുണ്ട്. ഇങ്ങനെ ഓരോ മതങ്ങൾക്കും ക്രൈസ്തവ സഹോദരങ്ങൾക്കാണ് എങ്കിൽ ചർച്ച് ആക്ട് എന്ന പേരിൽ കൊല്ലങ്ങളോളം പഴക്കമുള്ള നിയമങ്ങളും ആ നിയമങ്ങളനുസരിച്ച് ഇന്നും 100 കൊല്ലത്തോളം പാട്ടത്തിൽ കൊടുത്ത ഭൂമികൾ അവർ കാലാവധി കഴിഞ്ഞിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായ നിയമം എല്ലാ മതങ്ങൾക്കുമുണ്ട് എന്ന് മാത്രമല്ല, ഈ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ ഇവിടെ ഏതെങ്കിലും മുസ്ലിം പാർട്ടികളോ സംഘടനകളോ കെട്ടിയുണ്ടാക്കിയ നിയമമല്ല. CP എന്നൊരു പാർട്ടി ഇവിടെ ഉണ്ടാക്കിയ നിയമമല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം പ്രസ്ഥാനങ്ങൾ PDP പോലെ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ, സുന്നി സലഫി പ്രസ്ഥാനങ്ങളെ പോലെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമോ ഒരു ബോർഡോ അല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കപ്പെട്ട സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ആലോചന ഉണ്ടാവുകയും അതിന് കൃത്യമായ ഒരു നിയമം വേണമെന്നുള്ള തീരുമാനത്തിന്റെയും പേരിൽ 1863 റിലീജിയസ് എൻഡോമെന്റ് ആക്ട് ഇവിടെ കൊണ്ടുവരികയുണ്ടായി. 913 ആയപ്പോൾ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന പേരിൽ പുതിയ നിയമത്തെ കൊണ്ടുവന്നു. വീണ്ടും 7 വർഷത്തിന് ശേഷം 920 ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ആക്ട് എന്നൊരു നിയമം. 923 വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി മുസൽമാൻ വഖഫ് ആക്ട്. എപ്പോഴാ? വെള്ളക്കാരുടെ ഭരണം ഇവിടെയുള്ളപ്പോൾ, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നു. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇവിടെ വിഭജനം ഉണ്ടായി. കുറെ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെട്ടു. അങ്ങനെ വിഭജനാനന്തരം ഇന്ത്യയിൽ സ്വത്തുക്കൾ ഉപേക്ഷിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പാർത്ത ഒരുപാട് സമ്പന്നരുണ്ടായിരുന്നു, ഒരുപാട് മുസ്ലിമുകൾ ഉണ്ടായിരുന്നു. ഈ സ്വത്തുക്കളൊക്കെ ഇനി എങ്ങനെ സംരക്ഷിക്കപ്പെടും? ഈ സ്വത്തുക്കളൊക്കെ എങ്ങനെ പരിരക്ഷിക്കപ്പെടും എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഗൾ ചക്രവർത്തിമാരും മുസ്ലിമുകളും ഹൈന്ദവരും അതേപോലെയുള്ള ക്രൈസ്തവരുമായ ഭരണാധികാരികൾ മുസ്ലിമുകൾക്ക് വേണ്ടി ആരാധനാലയങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി കൊടുത്ത ഭൂമികളുണ്ടായിരുന്നു. ഈ ഭൂസ്വത്തുക്കളും കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ രാജ്യത്ത് പരിരക്ഷിക്കപ്പെടേണ്ടുന്നതായിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള, അബുൽ കലാം ആസാദിനെ പോലെയുള്ള രാജ്യത്തിന്റെ രാഷ്ട്രശില്പികൾ അവർ കടന്നു വരികയും അതിനൊരു നിയമം ഉണ്ടാകണം. അതുകൊണ്ട് ഈ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെ ഈ സ്വത്ത് മുഴുവനും വഖഫ് ബോർഡിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നിയമമുണ്ടാക്കി. ഈ പശ്ചാത്തലത്തിലാണ് 1954 യൂണിയൻ ഗവൺമെന്റ് വഖഫ് ആക്ട് എന്നൊരു നിയമം കൊണ്ടുവന്നു.
പിന്നീട് അതിൽ ഭേദഗതികൾ വേണമെന്നുള്ള തീരുമാനം 30 കൊല്ലത്തിന് ശേഷം 984 ഭേദഗതികൾ കൊണ്ടുവന്നു. അതിനുശേഷം വീണ്ടും 995 ഇന്ന് ഈ പുതിയ നിയമം വരുന്നത് വരെയുള്ള വഖഫ് ആക്ട് 995 ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ആക്ഷേപങ്ങളില്ലാത്ത, ആർക്കും ഒരു പ്രശ്നങ്ങളുമില്ലാത്ത ഒരു വഖഫ് നിയമം 995 പാസാക്കപ്പെട്ട നിയമം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരികയുണ്ടായി. ആ നിയമം നടപ്പിലാക്കപ്പെടുകയായിരുന്നു. അതല്ലാതെ മുസ്ലിമുകൾ ആരും അവരുടെ ഇഷ്ടത്തിനുണ്ടാക്കിയ ഒരു നിയമമൊന്നുമല്ല ഇത്. മുസ്ലിമുകൾ മറ്റാരുടെയെങ്കിലും സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് മാത്രമല്ല, ഇപ്പോ ഇവിടെ നമ്മളുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ സംഘപരിവാരത്തിന്റെ ചില കുപ്രചരണങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട്. ഇവിടിപ്പോ നമ്മൾ എന്താ പറയുന്നത്? ഇന്ത്യ രാജ്യത്ത് റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞാൽ, അതേപോലെ ആഭ്യന്തര മന്ത്രാലയം, ഇവരുടെ സ്വത്തുക്കൾ കഴിഞ്ഞാൽ 3ാം സ്ഥാനത്ത് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉള്ളത് വഖഫ് ബോർഡിനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരുപക്ഷെ അതിന്റെ പ്രാധാന്യത അറിയിക്കാൻ വേണ്ടിയിട്ടോ, വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ ഉപയോഗപ്പെടുത്താറുള്ളത്. പക്ഷെ സഹോദരങ്ങളെ, വസ്തുത നമ്മളൊന്ന് പഠിച്ചു നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വിവിധ കമ്മിറ്റികളിലൂടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 8.7 ലക്ഷം വഖഫുകളിലായി 9.4 ലക്ഷം ഏക്കർ ഭൂമി ഇന്ത്യ രാജ്യത്തെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു തുണ്ടു ഭൂമി പോലും വഖഫിൽ നിന്ന് വിട്ടുതരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറാകേണ്ടുന്നതായിട്ടുണ്ട്. ഉമ്മീദ് എന്ന പേരിലാണ് സംഘപരിവാരം നിയമം കൊണ്ടുവന്നത്. ഉമ്മീദ് എന്ന് പറഞ്ഞാൽ പ്രത്യാശ എന്നാണ് അർത്ഥം. യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ. എന്നിട്ടിപ്പോ അമിത്ഷാ ഒക്കെ പാർലമെന്റിൽ പറയുന്നത് എന്താ? സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വഖഫ് ബോർഡില് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭേദഗതികൾ കൊണ്ടുവന്നത്. നമ്മൾ നോക്കണേ, ഇന്ത്യയിലെ തൊഴിലില്ലായ്മ മാറണം, ഇന്ത്യയിലെ പട്ടിണി മാറണം, ഇന്ത്യയിലെ സാമ്പത്തിക മാന്യത മാറണം, ഇന്ത്യയിലെ പോഷകക്കുറവ് മാറണം, ഇന്ത്യയിലെ അനീതിയും അക്രമം മാറണം. അതിനു വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഭരണകൂടം കണ്ടെത്തിയത് കുറെ സ്ത്രീകൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം കൊടുക്കുക. മുസ്ലിങ്ങൾ പ്രാതിനിധ്യം ഒന്നും കൊടുക്കുന്നില്ലേ? നമ്മൾ വഖഫ് ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല. ഇരിക്കുന്ന ഉമ്മമാരൊക്കെ തിരിച്ചറിയണം. ഇന്ത്യ രാജ്യത്ത് നിലവിൽ ഇന്ന് വരെയുള്ള വഖഫ് ബോർഡിനെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിലും, അതേപോലെ ജമ്മു കാശ്മീരിലും, പഞ്ചാബിലുമൊക്കെ വഖഫ് ബോർഡ് നിലവിലുണ്ടായിരുന്നപ്പോ അതിന്റെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ചെയർപേഴ്സൺ പദവിയിൽ പോലും സ്ത്രീകളെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് വഖഫ് ബോർഡിൽ. ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുണ്ടോ? ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു മതങ്ങളുടെ നിയമത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് വഖഫ് ബോർഡിന്റെ സംസ്ഥാന ഉയർന്ന പദവിയിൽ ചെയർപേഴ്സൺ സ്ഥാനത്ത് സ്ത്രീകളെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. വഖഫ് ബോർഡിൽ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, സംഘപരിവാരത്തിൽ നിന്ന് മുതല ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളോട് എത്രത്തോളം സ്നേഹമുണ്ടായത്. 982-83 കാലഘട്ടങ്ങളിൽ ആസാമിലെ കുത്തെടുക്കുന്ന ബ്രഹ്മപുത്രയിലേക്ക് പാവപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊന്നു വലിച്ചെറിഞ്ഞ സംഘപരിവാരം 92 ഇന്നലകളിൽ ബോംബെയിലും സൂറത്തിലും മീറത്തിലുമെല്ലാം കലാപങ്ങൾ ഉണ്ടാക്കി ചിറ്റക്കൂരയിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിം പെൺകുട്ടികളെ പിടിച്ചു വലിച്ചടച്ച് തെരുവിലേക്ക് കൊണ്ടുവന്ന് അവരെ കൂട്ടം കൂട്ടമായി ബലാത്സംഗം ചെയ്ത് അവരുടെ രംഗങ്ങളെല്ലാം ക്യാമറകളിൽ പകർത്തി കാസറ്റുകളാക്കി മാറ്റിയിട്ട് ഏമാന്മാരുടെ കാവിക്കൊട്ടാരങ്ങളുടെ CBCRകളിൽ ആ രംഗങ്ങളിട്ട് കണ്ട് കൈയടിച്ചു പൊട്ടിച്ചിരിച്ച സംഘപരിവാരം 2002 ഇന്നലകളിൽ ഗുജറാത്തിന്റെ അഹമ്മദാബാദിന്റെ നരോദ പട്ടിയുടെ തെരുവോരങ്ങളിൽ പരിപൂർണ ഗർഭിണിയായ പാവപ്പെട്ട പെണ്ണിനെ നഗ്നയാക്കി അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു ബാബു ബജറംഗിയെ പോലെയുള്ള വർഗീയവാദികൾ അടിവയറ്റിൽ തൃശൂലം കുത്തിക്കയറ്റി വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ തീയിലെത്തി കരിച്ചരിച്ചു കൊന്നുകളഞ്ഞ സംഘപരിവാരം 2002 ഇന്നലകളിൽ 2012 ഇന്നലകളിൽ മുസഫർ നഗറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കലാപങ്ങൾ നടത്തിയ സംഘപരിവാരം മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നും അവരുടെ വയറ്റിൽ RSSന്റെ ഭ്രൂണം നിറയ്ക്കണമെന്നും ആഹ്വാനം ചെയ്ത സംഘപരിവാരം
ഖബർസ്ഥാനിൽ കബറടക്കപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ കബർ തോണ്ടിയെടുത്ത് ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ സംഘപരിവാരം ഇപ്പോ എന്നു മുതല ഇവന്മാർക്ക് മുസ്ലിം സ്ത്രീകളോട് ഇത്രയും സ്നേഹം ഉണ്ടായത്, ഇത്ര ഇഷ്ടം ഉണ്ടായത് എന്ന് മാത്രമല്ല, മറ്റൊരു നിയമം അവർ പറയാണ്, വഖഫ് ബോർഡിൽ അമുസ്ലിം പ്രതിനിധികൾ വരണമത്രേ. അമുസ്ലിമുകളായ പ്രതിനിധികൾ വരണം. നമ്മളൊന്ന് ഓർക്കണം, അതിലിപ്പോ മുസ്ലിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത എന്താ? ഇതൊരു മതേതര രാജ്യമല്ലേ? ഇവിടെ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുമ്പോ അതിന്റെ സെൻട്രൽ വഖഫ് കൗൺസിലില് അല്ലെങ്കിൽ സ്റ്റേറ്റ് വഖഫ് ബോർഡിലൊക്കെ 3-4 അമുസ്ലിമുകളോ 10-27 പ്രതിനിധികളുള്ളതിൽ 8 അമുസ്ലിമുകളോ വന്നാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചിന്തിച്ചു പോകും. കുഴപ്പമുണ്ട്. കാരണം ഈ അമുസ്ലിമുകളെ നിയമിക്കുന്നതാരാ? ഇതൊക്കെ മതേതരവാദികളല്ലല്ലോ, RSS അല്ലേ നിയമിക്കാൻ പോകുന്നത്. അത് തന്നെ ഒന്നാമത്തെ കുഴപ്പം. കാരണം RSS നിയമിക്കുന്ന പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും വർഗീയവാദത്തിൽ അങ്ങേയറ്റം നൈപുണ്യം നേടിയവര് തന്നെയായിരിക്കും. RSSന്റെ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോ തീർച്ചയായും വർഗീയത കൊണ്ട് അങ്ങേയറ്റം കൂറ് തെളിയിച്ചിട്ടുള്ളവർ തന്നെയായിരിക്കും. ഇവര് കൊണ്ടുവരുന്നതായ ഈ ആളുകൾ വഖഫ് ബോർഡിനെ നശിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്ന് മാത്രമല്ല, ഇവിടെ ഓരോ മതങ്ങൾക്കും ഇവിടെ ദേവസ്വം ബോർഡുണ്ട്, അതേപോലെ സഭാവിശ്വാസികൾക്ക് അവരുടേതായ നിയമങ്ങളുണ്ട്. നമ്മളൊന്ന് നോക്കണം, ഒരു മതത്തിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യത കൊടുക്കുന്നത് ആ മതത്തിന്റെ വിശ്വാസികളാണ്. ആ മതത്തിന്റെ വിശ്വാസികൾ അവരുടെ ദേവാലയങ്ങൾക്കും അതിന്റെ വസ്തുവകകൾക്കും വലിയ മഹത്വവും വിലയും വിശ്വാസവും താല്പര്യവും കാണിക്കും. അതുപോലെ മറ്റൊരു മതസ്ഥർ ഒരുപക്ഷെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഓരോ മതത്തിന്റെയും വസ്തുവകകൾ അതാത് മതത്തിൽപ്പെട്ടവർ കൈകാര്യം ചെയ്യട്ടെ. ഹൈന്ദവരുടെ വസ്തുക്കൾ ഹിന്ദുക്കൾ കൈകാര്യം ചെയ്യട്ടെ, ക്രൈസ്തവരുടെ ക്രിസ്ത്യാനികൾ കൈകാര്യം ചെയ്യട്ടെ. എന്നതുപോലെ തന്നെ മുസ്ലിമുകളുടെ സ്വത്തുക്കൾ മുസ്ലിമുകൾ കൈകാര്യം ചെയ്യട്ടെ. സംഘപരിവാരം പറയുന്നു അത് ശരിയാവൂല. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ മാത്രമായാൽ മതേതരത്വം ഉണ്ടാവൂല എന്നാ. ഞങ്ങളുടെ കയ്യിൽ അധികാരം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്നും മതേതരത്വത്തെ വെട്ടിക്കുറിച്ച് മാറ്റി നിന്നും പരസ്യമായി വീമ്പ് പറഞ്ഞവന്മാർക്ക് ഇപ്പൊ വഖഫ് ബോർഡിൽ മതേതരത്വം വേണം. നമ്മൾ നോക്കണം, ഇവിടെ അമുസ്ലിമുകളെ കൊണ്ടുവന്ന് മതേതരത്വം നടപ്പിലാക്കണം. എന്നാൽ 2019 വഖഫ് ആക്ടിലെ നിയമപ്രകാരം അമുസ്ലിമുകളായ ആളുകൾക്കും വഖഫ് ചെയ്യാൻ പറ്റുമെന്നൊരു നിയമമുണ്ട്. നമ്മളിപ്പോ NH-ലൂടെ ഇങ്ങനെ സഞ്ചരിച്ചാൽ എറണാകുളം എത്തുന്നതിന് മുമ്പ് ഇടത്തെ സൈഡിൽ സുന്ദരമായ വലിയൊരു പള്ളി, യൂസുഫ് അലി സാഹിബ് നിർമ്മിച്ച ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്കകത്ത് നമ്മൾ കയറിയാൽ തന്റെ മാതാപിതാക്കൾക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസുഫ് അലി സാഹിബിന്റെ ഭാര്യ നിർമ്മിച്ച പള്ളി നിർമ്മിച്ചത് ഭാര്യയാണ്. എന്നാൽ അതിന്റെ തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും തന്റെ മാതാപിതാക്കളുടെ പേരിൽ ഒരു ഹൈന്ദവനായ സഹോദരനാണ് ഈ ഭൂമി വഖഫ് ചെയ്തിരിക്കുന്നത്. എത്ര സുന്ദരമാണ് ഈ കേരളം, എത്ര സുന്ദരമാണ് ഇന്ത്യ. അമുസ്ലിമുകൾക്ക് പോലും വഖഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. നോൺ മുസ്ലിംസ് ക്യാൻ ഡെഡിക്കേറ്റ് എ പ്രോപ്പർട്ടി ആസ് വഖഫ് എന്നൊരു നിയമം 2019 വഖഫ് ആക്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മതേതരത്വം വേണമെന്ന് പറഞ്ഞ കാവിക്കളസം ധരിച്ച RSSകാർക്ക് പറയുന്നു ഇനി ആ നിയമം പറ്റൂല, അമുസ്ലിമുകൾക്ക് വഖഫ് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ ഒന്നും മതേതരത്വം വേണ്ട, അവിടെയൊന്നും മതേതരത്വത്തിന്റെ ആവശ്യമില്ല. അമുസ്ലിമുകൾ വഖഫ് ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമല്ല, എന്താണ് 5 കൊല്ലം മുസ്ലിമായി ജീവിച്ചവർക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര ദീനീ ബോധമാണെന്ന് നോക്കെ. ഒരാൾ 5 കൊല്ലം മുസ്ലിമായി ജീവിച്ചിരിക്കണം. ഇതെങ്ങനെ ഇവര് മനസ്സിലാക്കും? ആരെയാ തെളിയിക്കേണ്ടത്? നരേന്ദ്രമോദിയുടെ മുമ്പിൽ പോയി നിസ്കരിച്ച് കാണിക്കണോ? അതല്ല അമിത്ഷായുടെ മുമ്പിൽ കാണിക്കണോ? അതല്ല ഇനിയിപ്പോ അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകളുണ്ടല്ലോ അവരുടെ കയ്യില്, നീ ഇവരെങ്ങാണെന്ന് പരിശോധിക്കോ? അയാൾക്ക് തന്നെ ഇപ്പൊ ഞാൻ മുസ്ലിമാണോ സംഖ്യയാണോ എന്നുള്ളൊരു ബോധമില്ല. അബ്ദുള്ള കുട്ടിക്ക് തന്നെ അറിയില്ല. ഈ മഹാഭാരത യുദ്ധത്തിലോ മറ്റോ ഒക്കെ ഉണ്ട്, ഈ ശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് നേരിട്ട് പോരാടാനുള്ള ചങ്കൂറ്റമില്ലാത്തതിന്റെ പേരില് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി പോരാട്ടം നടത്തിയ ഒരു ചരിത്രം. എന്ന് പറഞ്ഞാൽ ശിഖണ്ഡി എന്ന് പറഞ്ഞാൽ ആണും അല്ല പെണ്ണും അല്ല, അങ്ങനെയുള്ള ആളുകളെ മുൻനിർത്തി യുദ്ധം ചെയ്ത ഒരു ചരിത്രമൊക്കെ ഉണ്ട്. ഈ അബ്ദുള്ള കുട്ടിയൊക്കെ BJP ഇപ്പൊ കൊണ്ടു കിടക്കുന്ന അതിനു വേണ്ടിയിട്ടാ. അബ്ദുള്ള കുട്ടിയുടെയൊക്കെ റോള് ഒരു ശിഖണ്ഡിയുടെ റോളാ. നേരിട്ട് മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ BJPക്ക് പറ്റാത്തത് കൊണ്ട് പറ്റിയ ഒരു ശിഖണ്ഡിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ടുണ്ട് അബ്ദുള്ള കുട്ടി എന്ന പേരിൽ. എന്നിട്ട് അവരെ വെച്ച് കളിക്കുക.
അപ്പൊ ഇവരുടെ മുമ്പിലാണോ 5 കൊല്ലം മുസ്ലിമായി ജീവിച്ചു എന്ന് സമർപ്പിക്കുകയും തെളിയിക്കുകയൊക്കെ വേണ്ടത്? നമ്മൾ നോക്കി ഇങ്ങനെ തികച്ചും എല്ലാ അധികാരങ്ങളും വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ, അതേപോലെ നേരത്തെയൊക്കെ വഖഫ് സ്വത്തിൽ എന്തെങ്കിലുമൊക്കെ തർക്കം വന്നാൽ വഖഫ് ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ എടുത്തു മാറ്റി. ഇനി എന്താ? അതാത് ജില്ലകളെ കളക്ടർമാരാണ് ഇത് തീരുമാനിക്കാൻ പോകുന്നത്. നമ്മൾ അറിയണം ഇതിന്റെയൊക്കെ പിന്നിലുള്ള അപകടം. ബാബരി മസ്ജിദിന്റെ പ്രശ്നം ഇവിടെ വന്നപ്പോ ബാബരി മസ്ജിദ് അക്രമത്തിലൂടെ പിടിച്ചെടുത്തതാണ് എങ്കിൽ, അവിടെ രാമവിഗ്രഹം കൊണ്ടുപോയി മതിൽ ചാടിയിട്ട് കൊണ്ടുപോയി വെച്ചതാണ് എങ്കിൽ, തൊട്ടടുത്ത ദിവസം തന്നെ മലയാളിയായ അന്നത്തെ ഫൈസാബാദിലെ ജില്ലാ കളക്ടറായ KK നായർ എന്ന കളക്ടർ അത് സംഘപരിവാരത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിയമം ഉണ്ടാക്കി. ഇങ്ങനെയുള്ള കുറെ കളക്ടർമാരെ സംഘപരിവാരം നിയമിക്കാൻ പോവുകയാ. എന്നിട്ട് വഖഫ് ബോർഡിൽ എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും വരികയാണ്. ഇത് കളക്ടറാണ് തീരുമാനിക്കുന്നത്. കളക്ടർക്ക് തീരുമാനമെടുക്കാൻ എത്ര കാലം വരെയും നീട്ടിക്കൊണ്ടുപോകാം. തീരുമാനമാകുന്നത് വരെയും ആ തർക്കഭൂമി ഗവൺമെന്റിന്റെ ഭൂമിയായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ചുങ്കപ്പാറ മുസ്ലിം ജമാഅത്തിന് 50 സെന്റ് സ്ഥലമുണ്ട് കബറടക്കുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാള് 5 സെന്റ് അത് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉന്നയിക്കുകയാണ്. ഈ പ്രശ്നം പോകുന്നത് ജില്ലാ കളക്ടറിന്റെ അടുത്താണ്. 50 സെന്റ് വസ്തുവിൽ 5 സെന്റ് മറ്റൊരാളുടേതാണ് എന്ന തർക്കം വന്നിരിക്കുന്നു. അപ്പോ ഈ ഖബർസ്ഥാൻ ഈ ഖബർസ്ഥാൻ തർക്കഭൂമിയായി മാറി. തർക്കഭൂമിയായി മാറിയാൽ തർക്കം തീരുന്നത് വരെയും അത് ഗവൺമെന്റിന്റെ ഭൂമിയാണ്, വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മരിച്ചൊരാളെ അവിടെ ഖബറടക്കാൻ പറ്റൂല. ഇതെന്ന് തീരുമാനിക്കണം? എത്ര നാള് വേണമെങ്കിലും കളക്ടർക്ക് നീട്ടിക്കൊണ്ടുപോകാം. അതുവരെയും ഗവൺമെന്റിന്റെ ഭൂമിയാ. ഗവൺമെന്റിന് വേണമെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോ ആ ഭൂമിയിൽ ഒരു മദ്യശാല നിർമ്മിക്കാം. ആ ഭൂമി വേണമെങ്കിൽ RSSന് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടതുപോലെ ഉപയോഗിക്കാം. ഈ പ്രശ്നം തീരുന്നത് വരെയും കളക്ടർക്ക് അത് നീട്ടിക്കൊണ്ടുപോകാം. ഈ നിയമത്തെ എങ്ങനെയാണ് സഹോദരങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്നത് എന്ന് മാത്രമല്ല, ലിമിറ്റേഷൻ ആക്ട് എന്നൊരു നിയമം ഇവിടെയുണ്ട്. അഥവാ ഒരു രേഖകളുമില്ലാത്ത നിലയിൽ 12 കൊല്ലത്തോളം ഒരു മനുഷ്യൻ ഒരു വസ്തു ഉപയോഗിച്ചു കൊണ്ടിരുന്നാൽ ആ 12 കൊല്ലത്തിന് ശേഷം ആ വസ്തു അയാൾക്ക് അവകാശപ്പെട്ടതാണ്. ലിമിറ്റേഷൻ ആക്ട് എന്നാണ് നിയമം. ഈ നിയമത്തിൽ നിന്ന് ഹൈന്ദവ സമുദായത്തിന്റെ എൻഡോമെന്റ് സ്വത്തുക്കളെ ഒഴിവാക്കിയിട്ടുണ്ട്, ക്രൈസ്തവരുടെ സ്വത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, സിഖ് മതത്തിൽപ്പെട്ടവരെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ വഖഫ് നിയമത്തെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇപ്പോ വഖഫിനെ അതിൽ നിന്നും ഒഴിവാക്കി. വഖഫ് ഭൂമിയിൽ ആരെങ്കിലും കയ്യേറി 12 വർഷം ജീവിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി പിന്നെ അവർക്ക്. ഇത് തികച്ചും ഇന്ത്യ രാജ്യത്ത് ഒരു മതത്തോട് മാത്രമുള്ള ഒരു വിദ്വേഷമല്ലേ? ഒരു മതത്തോട് മാത്രം അനീതിയും അക്രമങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇങ്ങനെ സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ. മുസ്ലിമുകൾക്ക് മാത്രം ഇവിടെ സ്വസ്ഥമായി നമ്മുടെ സ്വത്തുക്കൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. വിനീതൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നിങ്ങൾക്കറിയുമല്ലോ, ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള ആരാധനാലയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ACDEF അറകളുണ്ട്. ഇതൊക്കെ തുറന്നു പരിശോധിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ അറയായ B അറ ഇന്ന് വരെയും തുറന്നിട്ടില്ല. കിലോ കണക്കിന് സ്വർണം, വിലപിടിപ്പുള്ള കല്ലുകൾ, 800 കിലോഗ്രാം സ്വർണ്ണ നാണയം അതിന്റെ ഉള്ളിലുണ്ട്. അതിൽ ഓരോന്നിനും 2.5 കോടിയിലധികം വില വരും. ഒരു സ്വർണ്ണ നാണയത്തിന് 2.5 കോടി രൂപ. അങ്ങനെ 800 കിലോ സ്വർണ്ണ നാണയങ്ങൾ. വജ്രക്കല്ലുകളുണ്ട് അവിടെ. ഒരു മനുഷ്യന്റെ തള്ളവിരലിന്റെ വലിപ്പമുള്ള വജ്രക്കല്ലുകൾ. ഈ സ്വത്ത് മുഴുവനും മഹാരാജാവ്, രാജ്യത്തിന്റെ സ്വത്ത്, നികുതിപ്പണം കൊടുത്ത സ്വത്ത്, കപ്പം കൊടുത്തതായ സ്വത്ത്. ഈ സ്വത്ത് മുഴുവനും ഒരു പ്രഭാതത്തിൽ രാജാവ് തൃപ്പടിദാനം നടത്തി ശ്രീപത്മനാഭന് വേണ്ടിയിട്ട്. രാജ്യത്തിനൊരു പ്രയോജനവും ഇല്ല. കോടിക്കണക്കിന് സ്വത്ത് അതവിടെ കിടക്കുക. B നിലവറ തുറക്കണമെന്ന് വരെ കോടതി പറഞ്ഞിട്ടും അതിലൊരു പാമ്പിന്റെ പടമുണ്ട്. അതുകൊണ്ട് ഇതിനുള്ളിൽ നാഗന്മാരുണ്ട്, വിഷമാണ്, തുറന്നാ കുഴപ്പമാണ്. ഹൈന്ദവരുടെ വിശ്വാസം അതാണ്, തുറക്കണ്ട. നമുക്ക് ആർക്കും ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ RSSകാരനായ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞു. വഖഫിന്റെ സ്വത്തുക്കളൊക്കെ വേണ്ടവണ്ണം ഉപയോഗിച്ചിരുന്നു എങ്കിൽ
ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാര് പഞ്ചറൊട്ടിച്ച് നടക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് RSSകാരനായ നരേന്ദ്രമോദി ഇന്ത്യയുടെ ബഹുമാനനായ പ്രധാനമന്ത്രിയോടൊന്ന് ചോദിക്കട്ടെ. താങ്കൾക്ക് രാജ്യത്തിന്റെ കാര്യത്തിൽ ഇത്രത്തോടെ താല്പര്യമാണ് എങ്കിൽ കോടിക്കണക്കിന് സ്വത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുണ്ടല്ലോ, മുസ്ലിമുകൾക്ക് വേണ്ട, ഞങ്ങൾ പഞ്ചറൊട്ടിച്ചോ ഒട്ടിക്കാതെയോ ജീവിച്ചോളാം. റെയിൽവേ സ്റ്റേഷനിൽ ചായയിൽ വെള്ളം ചേർത്ത് കച്ചവടം നടത്തിയവർ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകളെ അധ്വാനശീലം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് കോടാനുകോടി വരുന്നതായ ഹൈന്ദവ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് രാജാവ് തിരുമനസ് ശ്രീ പത്മനാഭന് വേണ്ടി തൃപ്പടി ദാനം നടത്തിയ സ്വത്തിൽ നിന്ന് ഒരു നയാ പൈസ എടുക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അങ്ങനെ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രി വഖഫ് സ്വത്തിൽ കൈയിട്ട് വരാൻ ശ്രമിക്കുന്നതെന്തിനാ എന്ന് പറഞ്ഞാൽ മുസ്ലിമുകളെ ഇവിടെ ഇല്ലായ്മ ചെയ്യണം, മുസ്ലിമുകളെ നശിപ്പിക്കണം. എന്റെ സഹോദരങ്ങളെ ഇങ്ങനെ വഖഫിനെ പറ്റിയിട്ട് ഇല്ലാത്ത കുറെ കഥകൾ പറഞ്ഞ് ആ വഖഫിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കരി നിയമങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി ഈമാനുള്ള വിശ്വാസികൾ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തോട് ബഹുമാനമുള്ള ഇന്ത്യ രാജ്യത്ത് പൗരബോധമുള്ള പൗരന്മാരെന്നുള്ള നിലയിലും